ഹരിഹി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ചരിതങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാഗവത മഹാപുരാണത്തിലാണ് നമ്മളുള്ളത്. 18 പുരാണങ്ങളിൽ ഒന്നാണ് ആ ഭാഗവത പുരാണം. രചിച്ചിരിക്കുന്നത് വ്യാസ മഹർഷിയാണ്. അപ്പം ഇവിടെ നമ്മൾക്ക് ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ഒരു കാര്യം കൂടെ നമ്മൾക്ക് ഭാഗവതത്തിൻ്റെ സുപ്രധാന സന്ദേശം എന്തെന്നൊന്ന് കേട്ടുകളയാം. കേനാപി ഉപായേന മനഃ കൃഷ്ണേ നിവേശയേത്. എന്തു ഉപായത്തിലാണെങ്കിലും എന്ത് രീതി അവലംബിച്ചാലും ഏത് വിധേനയെങ്കിലും മനസ്സ് കൃഷ്ണനിൽ തന്നെ, ഭഗവാനിൽ തന്നെ നിവേശിപ്പിക്കണം, അവിടെ തന്നെ സന്നിവേശിപ്പിക്കണം, എത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദ്വിതീയ സ്കന്ധത്തിലാണ്. 3-ാമത്തെ സ്കന്ധം മുതലാണ് ശരിക്കുമുള്ള സർഗം മുതലുള്ള ലക്ഷണങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും നമ്മൾ ഇത് ദ്വിതീയ സ്കന്ധം നിവൃത്തി സ്കന്ധമാണ്. സംശയ നിവൃത്തി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ശുഗബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന്. നമ്മൾ ദ്വിതീയ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിലാണ്. ഭഗവത് അവതാരങ്ങളെ പറ്റിയിട്ടാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അധ്യായമാണ്. ആ ഭഗവത് അവതാരങ്ങളുടെ ഒരു വർണ്ണനമാണ്. ആദ്യം തന്നെ നമുക്ക് വിവിധ രീതിയിലുള്ള അവതാരങ്ങളുടെ ഒരു ചുരുക്കം ഒന്ന് കാണാം. അതിനുശേഷം ആ ബ്രഹ്മവാചം തൊട്ട് 1-ാമത്തെ ശ്ലോകം മുതൽ തുടങ്ങാം. ഒന്നാമത് പറയുന്നത് പൂർണ്ണ അവതാരങ്ങളെ പറ്റിയിട്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമദേവൻ തുടങ്ങിയ അവതാരങ്ങൾ. രണ്ടാമത് അംശാവതാരം, വാമനൻ ആദിയായവ. 3 കലാവതാരം, യജ്ഞൻ, പൃഥു തുടങ്ങിയ അവതാരങ്ങൾ. പിന്നീട് ജ്ഞാനാവതാരം, ജ്ഞാനോപദേശം നടത്താൻ വേണ്ടിയിട്ട് വ്യാസഭഗവാൻ, കപില ഭഗവാൻ തുടങ്ങിയ അവതാരങ്ങളുണ്ടായി. 5-മത് തപോ അവതാരങ്ങളായിട്ട് നരനാരായണന്മാർ വന്നു. 6-മത് ആവേശാവതാരങ്ങളായിട്ട് പരശുരാമൻ, നരസിംഹം മുതലായവയുണ്ടായി. 7-മത് പറയുന്നു കർമ്മ അവതാരമായിട്ട് കൂർമ്മം, വരാഹം തുടങ്ങിയ അവതാരങ്ങൾ വന്നു. 8-മത് മുക്തി അഥവാ മോക്ഷ അവതാരമായിട്ട് ഹംസം പറയുന്നു. 9-മത് സ്ഫൂർത്തി അവതാരമായിട്ട് സ്ഫുരിച്ചങ്ങനെ നിൽക്കുന്ന പ്രപഞ്ചം, ബ്രഹ്മാണ്ഡ കോടികൾ നിറയുന്ന പ്രപഞ്ചമുണ്ട്. 10-മതായിട്ട് നിത്യ അവതാരത്തെ പറയുന്നു. സഞ്ചരിക്കുന്ന അവതാരം, സന്ത് മഹാത്മാക്കൾ അഥവാ സജ്ജനങ്ങൾ എന്ന് പറയുന്ന അവതാരം. 11-മത് ഗുണാവതാരം, ത്രിമൂർത്തികൾ. 3 ഗുണങ്ങളാണ് പറയുക, സത്വരജസ് തമോ ഗുണങ്ങൾ. അതിൽ രജോ ഗുണത്താൽ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുകയും സത്വഗുണത്താൽ ആ ഭഗവാൻ വാസുദേവൻ ശ്രീഹരി പ്രപഞ്ചങ്ങളെ പാലിക്കുകയും ബ്രഹ്മാണ്ടങ്ങളെ പാലിക്കുകയും തമോ ഗുണത്താൽ നമ്മുടെ മഹാദേവൻ ശിവഭഗവാൻ എല്ലാത്തിനെയും സംഹരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 3 ഗുണങ്ങളും അവിടെ ഉണ്ടായി. അത് തന്നെയാണ് മായയുടെ ആവരണവും വിക്ഷേപവും നടക്കുക. ഇനി പറയുന്നത് ഗുണാവതാരം പറഞ്ഞു. അർച്ചാവതാരം, അതിൽ വിവിധ ദേവ വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ അതിൽ ഉൾപ്പെടുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. ഇനി മറ്റവതാരങ്ങളെ പറ്റിയും കൂടി പറയുന്നുണ്ട്. ഹയഗ്രീവൻ, ഹംസം, ഹരി, അജിതൻ, ഗരുഡൻ, പിന്നെ മുകുന്ദൻ, അങ്ങനെയുള്ള കുറച്ച് അവതാരങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നേരിട്ട് തന്നെ അധ്യായത്തിൽ പറയുന്ന ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറയുകയാണ്, പണ്ട് ഭഗവാൻ ആ സാഗരത്തിൽ, സമുദ്രത്തിൽ താഴ്ന്നു പോയ ഭൂമിയെ പൂർണ്ണ യജ്ഞസ്വരൂപനായ വരാഹ അവതാരം സ്വീകരിച്ചിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. പിന്നീട് ആ സമയത്ത് ഹിരണ്യാക്ഷനെ അദ്ദേഹം മോക്ഷം കൊടുത്തു. അതായത് തൻ്റെ ദംഷ്ട്ര കൊണ്ട് പിളർന്ന് അവിടെ യുദ്ധം നടന്ന കഥയൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം രുചി പ്രജാപതിയുടെ, ഇതെല്ലാം വരുന്നുണ്ട് വിശദീകരിച്ചിട്ട്, അദ്ദേഹം രുചി പ്രജാപതിയുടെ ഭാര്യയായ ആകൂതിയിൽ സുയജ്ഞൻ എന്ന നാമധേയത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നീടോ അതിനുശേഷം ഭഗവാൻ ആദ്യത്തെ അവതാരം തന്നെ വിരാട് സ്വരൂപം ഒരു അവതാരമായിട്ടാണ് പറയുക. അതിനുശേഷമാണ് ഈ അവതാരങ്ങളൊക്കെ പറയുക. അതിനുശേഷം ഭഗവാൻ കർദമ പ്രജാപതിയുടെ പുത്രനായിട്ട് ദേവഹൂതിയിൽ കപില ഭഗവാനായിട്ട് അവതരിച്ചിട്ട് അമ്മയ്ക്ക് സാഖ്യതത്വത്തെ ഉപദേശിച്ചു. പിന്നീട് അമ്മയ്ക്ക് അന്നേരം കൈവല്യം, ആ മോക്ഷത്തെ, കേവലപദത്തെ കൊടുത്തു. പിന്നീട് അദ്ദേഹം പുത്രൻ വേണമെന്ന് ആഗ്രഹിച്ച അത്രയുടെ പുത്രനായിട്ട് ഇതാ ഞാൻ ദത്തനായി എന്ന് പറഞ്ഞുകൊണ്ട് ദത്താത്രേയൻ എന്ന നാമധേയത്തിൽ അവതരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പാംസുക്കളേറ്റ് കാർത്തവീര്യൻ, യദു അവരെല്ലാം ഇവിടെ യോഗസിദ്ധികൾ കൈവരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദത്താത്രേയൻ്റെ കാര്യം പറയുമ്പോൾ ശ്ലോകം 3-ാമത്തെ ശ്ലോകം ഇത് പറയുന്നു. ദത്തോ മയാഹമിതി യത് ഭഗവാൻ സദത്ത യത് പാദ പങ്കജ പരാഗ പവിത്രദേഹ യോഗാർത്ഥിമാ പൂരുഭൈം യദു ഹൈഹയാദ്യ. അവർ രണ്ടുപേരും ആ യോഗസിദ്ധികൾ കൈവരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ബ്രഹ്മാവ് നിത്യമായ തപസ് അനുഷ്ഠിച്ചു, ആ നാനാവിധ സൃഷ്ടി നടത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി. അപ്പം ഭഗവാൻ സനശബ്ദം 4 വിധത്തിൽ വരുന്ന 4 അവതാരങ്ങളെ സ്വീകരിച്ചു. എന്തൊക്കെയാണത്? സനകാദി മഹർഷിമാർ, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ.
അപ്പോൾ പ്രളയത്തിൽ നഷ്ടപ്പെട്ടിരുന്ന പ്രകർഷേണ ലയിച്ചിരുന്ന ആ സമയത്ത് എല്ലാം ലയിച്ചു പോകുമല്ലോ. പൂർവ്വകൽപ്പത്തിലുണ്ടായിരുന്നതുമായ അജ്ഞാന തത്വം, വേദം, അറിവ് ആണ്. അപ്പോൾ അതിനെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 4 പേരും നിത്യ ബ്രഹ്മചാരികളാണ്. ഇതിനുശേഷം ഭഗവാൻ ദക്ഷ പ്രജാപതിയുടെ പുത്രിയും ധർമ്മദേവൻ്റെ പത്നിയുമായ മൂർത്തിയിൽ ആ തപസ് ചെയ്യുന്നവരായി തപോബലത്തോടു കൂടിയിട്ടുള്ള നരനാരായണന്മാരായി അവതരിച്ചു. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമദേവനെയും അപ്സരസുകളെയും കൂടി പിന്നെ ഇന്ദ്രൻ ഇങ്ങോട്ടേക്ക് ഇവരുടെ നരനാരായണന്മാരുടെ തപസ് വിഘ്നം വരുത്താൻ വേണ്ടി അയച്ചപ്പോഴേക്ക് ഇവിടുന്ന് തുടയിൽ നിന്ന് ഭഗവാന്റെ ആ ഒരു ഉർവശി ഉണ്ടായി ആ ത്രൈലോക്യ സുന്ദരിയെ സൃഷ്ടിച്ച് അവരെ അത്ഭുതപ്പെടുത്തി. അപ്പം സാധാരണഗതിയിൽ രുദ്രൻ ഭഗവാൻ ശിവഭഗവാൻ തൻ്റെ ആ മൂന്നാമത്തെ കണ്ണ് തുറന്നിട്ട് ദേഷ്യം വന്നിട്ട് കാമനെ ദഹിപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കോപത്തെ പോലും വരുന്നില്ല, ഭഗവാന് കോപം പോലും വന്നില്ല. പേടിക്കണ്ട എന്നാണ് കാമദേവനോടും മറ്റും പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവരോട് കാമത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധ്രുവൻ വനത്തിൽ പോയി ഭഗവാനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി. അപ്പം ധ്രുവപദം അദ്ദേഹത്തിന് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ധ്രുവപദത്തിൻ്റെ അധോഭാഗത്തിരുന്ന് സപ്തർഷികളും ഉപരിഭാഗത്തിരുന്ന ഭൃഗു മുതലായ മുനിമാരും അദ്ദേഹത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി പൃഥുവിൻ്റെ അവതാരം പറയുന്നു. ആ വേനൻ അധർമ്മിയായിരുന്നു. ദ്വിജന്മാരുടെ ബ്രാഹ്മണന്മാരുടെ ശാപം നിമിത്തം നരകത്തിൽ പതിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പുത്രനായ പൃഥുവായി അവതരിച്ച് അദ്ദേഹം അച്ഛനു പോലും മോക്ഷത്തെ കൊടുത്തു, നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്തു. എന്നിട്ട് ഭൂമിയെ പശുവാക്കിയിട്ട് നഷ്ടപ്പെട്ട ഐശ്വര്യാദികളെയൊക്കെ കറന്നെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നീട് ഭഗവാൻ നാഭി എന്ന രാജാവിൻ്റെ പത്നിയായ സുദേവിയിൽ ഋഷഭൻ എന്ന നാമധേയത്തിൽ അവതരിച്ചു. നാഭേരസാ വൃഷഭ ആസ സുദേവി സൂനുർ യോവൈ ചചാര സമദ്രക് ജഡ യോഗചര്യാം. അപ്പോൾ അദ്ദേഹം അന്ന് ഋഷഭൻ ജഡനെ പോലെ തോന്നിച്ച മൂകനായിരുന്നു. പക്ഷേ ഉള്ളിൽ അദ്ദേഹം സ്വസ്ഥനായിരുന്നു, പ്രശാന്തമായ അന്ധകരണത്തോടു കൂടിയവനായിരുന്നു. അപ്പോൾ ആ യോഗചര്യ ഉള്ളതുകൊണ്ട് ഋഷിമാർ അദ്ദേഹം പരമഹംസന്മാർക്ക് അനുയോജ്യമായ അവസ്ഥയായിട്ടാണ് അത് കണക്കാക്കിയത്. പിന്നീട് എന്തുണ്ടായി? ഭഗവാൻ വേദസ്വരൂപൻ, അറിവിൻ്റെ സ്വരൂപവും യജ്ഞമയനും സർവ്വദേവതാമയനും സ്വർണ്ണവർണ്ണത്തോടു കൂടിയവനും യജ്ഞപുരുഷനുമായ ഹയഗ്രീവമൂർത്തിയായി ബ്രഹ്മാവിൻ്റെ യാഗശാലയിൽ നിന്ന് അവതരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ നാസികയിൽ കൂടി ശ്വസന സമയത്ത് ശിക്ഷാശാസ്ത്രം ആവിർഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും എന്തുണ്ടായി? വീണ്ടും ഉള്ള ഒരു അവതാരത്തെ പറയുന്നു. മത്സ്യമൂർത്തിയുടെ അവതാരമാണ്. യുഗം തീരുന്ന സമയത്ത് മനുവിന് വേണ്ടി മത്സ്യമൂർത്തിയായി അവതരിച്ച് ഭൂമിക്കും സകല ജീവജാലങ്ങൾക്കും ആ മത്സ്യത്തിൻ്റെ കൊമ്പിൽ ഭൂമിയെ കെട്ടിവലിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? പ്രളയത്തിൽ അഭയം നൽകുകയും ആ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും പ്രളയജലത്തിൽ ആഴ്ന്നുപോയ നഷ്ടപ്പെട്ട വേദങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് പറയുന്നത് കൂർമ്മമൂർത്തിയുടെ അവതാരം. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കാണും. വളരെ നമുക്ക് ഹൃദ്യമാണ് ഈ ഭഗവത് കഥകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളത്തെ ശുദ്ധീകരിക്കുന്ന കഥകളാണ്. ഭഗവാൻ പാലാഴി മഥന സമയത്ത് ദേവന്മാരും അസുരന്മാരും കൂടി ഭഗവാന്റെ ആ ഒരു പ്ലാനിങ് അനുസരിച്ചിട്ട് വാസുകിയെ കയറാക്കി പാലാഴി മഥനം നടത്തിയല്ലേ? ആ സമയത്ത് മന്ദരപർവ്വതത്തെയാണ് കടകോലാക്കിയിരുന്നത്. ആ സമയത്ത് എന്തുപറ്റി? ഈ മന്ദരപർവ്വതം താഴ്ന്നു പോയപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നത് ആരാണ്? ഭഗവാൻ കൂർമ്മമൂർത്തിയായിട്ട് അവതരിച്ചിട്ടാണ്. പിന്നീട് ഇവിടെ ഹിരണ്യകശിപു പ്രഹ്ലാദനെ, തൻ്റെ മകനെ തന്നെ, ഭഗവാന്റെ വലിയ ഭക്തനായിരുന്ന പ്രഹ്ലാദനെ തന്നെ വളരെ ഇതായിട്ട് ഉപദ്രവിക്കുകയും നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുകയും ചെയ്തു. സ്വർഗ്ഗലോകവാസികളുടെയൊക്കെ ജീവിതം ദുസ്സഹമാക്കി അവർക്കൊക്കെ അവിടെ വിട്ട് ഓടിപ്പോകേണ്ടി വന്ന ഒരവസ്ഥയിൽ ഹിരണ്യകശിപുവിനെ നരസിംഹാവതാരം സ്വീകരിച്ചിട്ട് തൻ്റെ തുടയിൽ വെച്ച നഖങ്ങൾ കൊണ്ട് ഹൃദയം പിളർന്ന് നിഗ്രഹിച്ചു കഴിഞ്ഞു. പിന്നീട് ഗജേന്ദ്രൻ ആ മുതലയാൽ കാലിൽ പിടിച്ച മുതലയെ കൊണ്ട് നക്രത്തെ കൊണ്ട് വളരെ വർഷങ്ങൾ അങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്ന ആനയ്ക്ക് ഗജേന്ദ്രന് ഭഗവാൻ സന്തുഷ്ടനായിട്ട് ശ്രീഹരി തൻ്റെ ചക്രായുധമയച്ച് നക്രവദനം പിളർന്ന ഗജേന്ദ്രനെ രക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി വാമനമൂർത്തിയായിട്ട് അവതരിച്ചിട്ട് അതിഥിപുത്രന്മാരിൽ ഇളയവനാണെങ്കിലും വാമനമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാൻ മഹാബലിയിൽ നിന്നും 3 അടി മണ്ണ് ചോദിച്ചു. അത് ത്രിലോകങ്ങളും അളന്നെടുത്തു. അങ്ങനെ അപ്പം ധർമ്മത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഭഗവാൻ ഏത് വിധേനയാണെങ്കിലും അവരിൽ നിന്നത് തിരിച്ച് എടുത്തിരിക്കും. ബലി സ്വർഗവും മറ്റും
ദേവന്മാരെയെല്ലാം തോൽപ്പിച്ച് കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആധിപത്യം, സ്വർഗാധിപത്യത്തെക്കാൾ മഹത്തായ ഭഗവത് പാദങ്ങളിലെ തീർത്ഥം ധരിക്കാനായിട്ട് ബലിക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. ബലി സ്വന്തം ശിരസ് തന്നെ അർപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആ കഥയെല്ലാം നമ്മൾ വിശദമായിട്ട് വീണ്ടും വരുന്ന സ്കന്ധങ്ങളിൽ നോക്കുന്നുണ്ട്. ഇനി നാരദ ഭഗവാന്റെയും സനകാദികളുടെയും ഒക്കെ വർദ്ധിച്ച ഭക്തിയിൽ സന്തുഷ്ടനായിട്ട് ഹംസാവതാരത്തെ സ്വീകരിച്ച് ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതും ജ്ഞാനമയവുമായ ഭാഗവത തത്വം ഉപദേശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ആ മനുവംശ പാലകനായ ഭഗവാൻ ഓരോ മന്വന്തരത്തിലും ദശദിക്കിലും വ്യാപിക്കുന്ന തേജസ്സോടുകൂടിയ ചക്രായുധം കൊണ്ട് മനുക്കളെയെല്ലാം സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഇനി എന്താണ്? ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് അവതരിച്ച് മഹാരോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ജനസമൂഹത്തിന് ആ ഭഗവത് നാമമാകുന്ന ഉത്തമ ഔഷധത്തെ കൽപ്പിച്ച് രക്ഷ കൊടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം അസുരന്മാർ ആ കവർന്നെടുത്തുകൊണ്ട് പോയ യജ്ഞഭാഗത്തെ വീണ്ടെടുത്തു, ആയുർവേദ ശാസ്ത്രത്തെ അനുശാസിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം എന്താണ്? ക്ഷത്രിയരെ 21 തവണ ക്ഷത്രിയ വംശത്തെ കൊന്നൊടുക്കിയിട്ടുള്ള ആ ഒരു പരശുരാമനായിട്ട് അമ്മ രേണുകാദേവിയുടെ ആ വ്യഥ അവിടെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പരശുരാമൻ്റെ ഭഗവാന്റെ അച്ഛനെ അവർ കൊന്നുകളഞ്ഞപ്പോൾ ആ കഥയും പിന്നീട് വിശദമായിട്ട് വരുന്നുണ്ട്. പിന്നെ ശ്രീരാമദേവൻ്റെ അവതാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഭഗവാൻ ആ രാവണൻ്റെ അട്ടഹാസത്തെ വില്ലിൻ്റെ ചെറുഞാണലി കൊണ്ടുപോലും അത് കൊണ്ട് നശിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വകലയായ ഭരതാദികളോടുകൂടി ഭഗവാൻ അവതരിച്ചു. പിതൃവാക്യം പാലിക്കാനായിട്ട് കാട്ടിലേക്ക് സീതയോടും ലക്ഷ്മണനോടും കൂടി വനത്തിലേക്ക് പോയി. ഭഗവാനോട് ശത്രുത പുലർത്തിയ രാവണൻ മൃത്യുവിനെ പാലിച്ചു, ഭഗവാൻ മോക്ഷം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരുണനെ കൂടി, ആ സമുദ്രത്തിൻ്റെ അധിപതിയായ വരുണൻ കൂടി കോപിച്ചു നിൽക്കുന്ന ഭഗവാനെ ഭയന്ന് ലങ്കയിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗത്തെ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരമാണ്. നമുക്ക് രാമായണം തന്നെ ഉണ്ടല്ലേ. തുടർന്ന് പറയുന്നു, കൃഷ്ണ ഭഗവാന്റെ അവതാര വർണ്ണനയാണ്. കൃഷ്ണവർണ്ണത്തോടു കൂടിയ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു, ഭൂമിയുടെ ക്ലേശം ശമിപ്പിക്കുന്നതിനായിട്ട്. ഇപ്പോൾ സ്വാംശമായ ബലരാമനോട് കൂടി അവതരിച്ചിട്ട് നാനാവിധ കർമ്മങ്ങളെ ചെയ്തരുളുന്നു. കൃഷ്ണൻ അവതാര പുരുഷനായിരുന്നു. അദ്ദേഹം 3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ പൂതനയെ, അതിനുശേഷം ശകടാസുരനെയും നിഗ്രഹിക്കുകയും പിന്നെ ഏകദേശം മുട്ടുകുത്തി ഇഴയുന്ന കാലത്ത് ആ മരുത് വൃക്ഷങ്ങളൊക്കെ കടപുഴക്കി എറിഞ്ഞു, അവർക്ക് മോക്ഷം കൊടുത്തു. നളകൂപരന്മാരായിരുന്നു അത്. കാളിയനെ കൊണ്ട് വിഷം കലർന്ന കാളന്തി ജലപാനം കൊണ്ട് ആ മൃതമായിപ്പോയ അമ്പാടിയിലെ പശുക്കളെയും ഗോപാലകന്മാരെയും അദ്ദേഹം ആ ഭഗവാന്റെ കൃപാകടാക്ഷം ആ കരുണ കൊണ്ട് ജീവിപ്പിച്ചു. കാളിയനെ നാടുകടത്തി. അങ്ങനെ ഭഗവാൻ അല്ലാതെ വേറെ ആർക്കും അങ്ങനെ കാളിയ മർദ്ദനം തന്നെ നമുക്കറിയാമല്ലേ. കാളിയ മർദ്ദനം നമ്മളുടെ ഉള്ളിലാണ് കാളിയൻ, അതിനെ ഭഗവാൻ മർദ്ദനം ചെയ്യട്ടെ. ഇപ്പോൾ ഗോകുലവാസികൾ അന്ന് കാളിയമർദ്ദനത്തിന് ശേഷം അവിടെ തീരത്ത് ഉറങ്ങുമ്പോൾ 4 പാടും പെട്ടെന്ന് കാട്ടുതീ പറന്നപ്പോൾ കൃഷ്ണൻ അതിനെ വിഴുങ്ങി അവരെ സംരക്ഷിച്ചു. ഇപ്രകാരം ഇരിക്കുന്ന ആ ഭഗവാന്റെ കൃഷ്ണൻ്റെ കർമ്മം തികച്ചും ദിവ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി യശോദാദേവി ആ ഉരലിൽ കയറ് വെച്ചിട്ട് ഭഗവാനെ കുസൃതി കാണിച്ചപ്പോൾ ബന്ധിക്കുവാൻ നോക്കി. ഗോപികമാരുടെ പരാതി വന്നപ്പോൾ ഇപ്പോൾ 2 വിരൽ നീളം എപ്പോഴും കുറവായിരുന്നു, കെട്ടാൻ പറ്റിയില്ല. അപ്പോൾ അവസാനം ഭഗവാൻ തന്നെ തോന്നി അമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടു പോകുന്നു എന്ന്. അപ്പോൾ ഭഗവാൻ തന്നെ അനുവദിച്ചു തന്നെ ബന്ധിക്കാനായിട്ട്. അല്ലാതെ ഭഗവാനെ ബന്ധിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഉരലിൽ അമ്മ അങ്ങനെ ദാമം കൊണ്ട് കയറുകൊണ്ട് ബന്ധിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് പേരുണ്ടായി? ദാമോദരൻ എന്ന പേരുണ്ടായി, ഉദരത്തിൽ ബന്ധിച്ചതുകൊണ്ട്. പിന്നെ അമ്മയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ വാ തുറന്നിട്ട് മണ്ണ് തിന്നോ നീ കൃഷ്ണ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ ഞാൻ കള്ളം പറയില്ല എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞു. കുറേ നിർബന്ധിച്ചതിന് ശേഷമാണ് ഭഗവാൻ കൃഷ്ണൻ വാ തുറന്ന് കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് വാ തുറന്നിട്ട് അമ്മ തന്നെ ഞെട്ടിപ്പോയി എന്നാണ് പറയുക. എങ്ങനെയാണ്? എല്ലാ ലോകങ്ങളെയും തന്നെയും അവിടെ തന്നെ കണ്ടു. അമ്പാടിയെയെല്ലാം അവിടെ തന്നെ കണ്ടു, ഗോകുലത്തെയും കണ്ടു അമ്മ. അപ്പോൾ അത് ഭഗവാൻ അല്ലാതെ മറ്റാർക്കാണ് പറ്റുക? പിന്നെ അച്ഛനെ നന്ദഗോപരെ വരണപാശത്തിൽ നിന്നുള്ള ഭയത്തിൽ നിന്ന് മോചിപ്പിച്ചു. പിന്നെ വ്യോമാസുരനാൽ ഗുഹകളിൽ അടയ്ക്കപ്പെട്ട ഗോപന്മാരെ മോചിപ്പിക്കും എന്നാണ്, ഭാവി എന്നുള്ള രീതിയിലാണ് അന്ന് ബ്രഹ്മാവ് ഇത് പറയുന്ന നാരദ മഹർഷിയോട്. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിയ ആ ഗോകുലവാസികളെ മുഴുവനായി വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും.
ഇന്ദ്രൻ കഠിനമായി മഴ പെയ്യും ഗോകുലവാസികളെയൊക്കെ യജ്ഞം ചെയ്യാത്തത് കൊണ്ട് നശിപ്പിക്കാനായിട്ട്. ആ സമയത്ത് ഭഗവാൻ ഗോവർദ്ധനം എന്ന പർവ്വതത്തെ അനായാസേന ഒറ്റക്കൈയിൽ ഉയർത്തിപ്പിടിച്ച് 7 ദിവസം നിന്ന് ഗോകുലവാസികളെ എല്ലാം രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ അല്ലാതെ വേറെ ആർക്കാണ് കഴിയുക? ഇന്ന് നമുക്കവിടെ വൃന്ദാവനത്തിൽ പോയാൽ ആ ഒരു ഭഗവാൻ നിന്ന രീതിയിലൊക്കെ അവരത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. പിന്നെ നിലാവുള്ള രാത്രിയിൽ രാസലീലയ്ക്ക് വൃന്ദാവനത്തിലെത്തുന്ന ഗോപസ്ത്രീകളെ ഉപദ്രവിച്ച കുബേരവൃദ്ധനായ ശംഖചൂഢൻ്റെ ശിരസ് ഭഗവാൻ കൃഷ്ണൻ ഛേദിച്ചു കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ കുറേ അസുരന്മാരെ അദ്ദേഹം ഇല്ലാതാക്കിയിട്ടുണ്ട്, മോക്ഷം കൊടുത്തിട്ടുണ്ട്. പ്രലംബൻ, ധേനുകൻ, ഭഗൻ, കേശി, കാലയവനൻ, നരകാസുരൻ, കംസൻ, ചാണൂരൻ, പിന്നെ പൗണ്ഡ്രകൻ, കുവലയാപീഠം എന്ന ആന, ശാൽവൻ, ബൽവലൻ, ദന്തവക്ത്രൻ, പിന്നെ നഗ്നജിത്ത് അദ്ദേഹം ഇതിനു വേണ്ടി പോയപ്പോൾ സ്വയംവരത്തിന് വേണ്ടി പോയപ്പോൾ ഏർപ്പെടുത്തിയ 7 കാളക്കൂറ്റന്മാർ, ദ്വിവിധൻ, ശംബരൻ, രുക്മിണി ദേവിയുടെ സഹോദരൻ തുടങ്ങിയവരെ എല്ലാം ഭഗവാൻ കൃഷ്ണൻ വധിച്ചു കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ യുദ്ധവീരന്മാരായ കൗരവർ, കേകയർ തുടങ്ങിയ വിരാടന്മാർ തുടങ്ങിയവരും, ബലരാമൻ, ഭീമസേനൻ, അർജുനൻ തുടങ്ങിയ ഇവരെല്ലാവരും തന്നെ ഭഗവാന് ശ്രീഹരി നിമിത്തം സാധാരണക്കാർക്ക് ദർശനീയമല്ലാത്ത ആ വൈകുണ്ഠത്തെ, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠതകളില്ലാത്ത ഇടം, ഇതുപോലെയുള്ള ദുഃഖങ്ങളോ കുണ്ഠതകളോ വ്യാകുലതകളോ ഒന്നും ഇല്ലാത്ത ഇടമാണ് വൈകുണ്ഠം. അപ്പം നമ്മൾക്കും അങ്ങനെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ വൈകുണ്ഠമാണ്. ഭഗവാൻ അവിടെ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ തന്നെയാണത്. പിന്നെ കലിയുഗം ആരംഭിക്കുന്നതോടുകൂടി ജനങ്ങൾ പ്രായേണ അല്പബുദ്ധിയും അല്പായുസൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് കൃഷ്ണദ്വൈപായനൻ, ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ, കൃഷ്ണൻ കറുത്ത വർണ്ണമുള്ളതുകൊണ്ട് അപ്പോൾ വ്യാസഭഗവാൻ ആയി അവതരിച്ചിട്ട് വേദവൃക്ഷത്തെ നിരവധി വേദങ്ങളെ വ്യസിച്ചതുകൊണ്ട് വ്യാസൻ, അങ്ങനെ നിരവധി ശാഖകളായി ഭഗവാൻ തന്നെയാണ് അതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിഭജിക്കും. പിന്നെ ബുദ്ധ അവതാരം പറഞ്ഞിരിക്കുന്നു. അപ്പം നാനാവിധ പാഷണ്ഡധർമ്മങ്ങളെ ഭഗവാൻ തന്നെയാണ് ബുദ്ധാവതാരമായി വന്നിട്ട് ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. യുഗാന്ത്യത്തിൽ കൽക്കിയായിട്ട് അവതരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ സൃഷ്ടി സമയത്തുള്ള തപസ്വിയായ ബ്രഹ്മാവും 9 ഋഷിമാരും പ്രജാപതിമാരും, സ്ഥിതി സമയത്തുള്ള ധർമ്മം, യജ്ഞം, മനുക്കൾ, നൃപന്മാർ, ദേവന്മാർ തുടങ്ങിയവരും, പിന്നീട് സംഹാര സമയത്തുള്ള രുദ്രൻ, സർപ്പങ്ങൾ, അധർമ്മം തുടങ്ങിയവരും ഭഗവാന്റെ മായാവിഭൂതികൾ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം വിദ്വാനായ ഒരാൾക്ക് വേണമെങ്കിൽ ഭൂമിയിലെ പൊടിപടലങ്ങൾ എത്രയുണ്ട് എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഗുണഗണങ്ങൾ ഇത്രയെന്ന് ഗണിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആർക്കാണ് പറ്റുക? ആർക്കും സാധിക്കുന്നതല്ല. നമ്മൾക്കത് ആ ഭഗവാനിലേക്ക് അനുഭവിച്ച് നമ്മളുടെ തന്നെ സ്വരൂപമാണെന്ന് അനുഭവിച്ചറിയുക മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പം ആ സഹസ്രശീർഷനായ ആദിശേഷന് കൂടി ഭഗവാന്റെ ഗുണഗണങ്ങൾ ആലപിച്ച് മറുകര കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ പുരുഷോത്തമൻ്റെ മായയുടെ പരിധി എനിക്കോ ഭവാനോ അല്ലെങ്കിൽ നാരദമുനിക്കോ, ബ്രഹ്മാവ് പറയുകയാണ്, സനകാദിക മുനികൾക്കോ കൂടി അറിയാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കിനി വരുന്നുണ്ട് അവസാനത്തെ സ്കന്ധത്തിൽ മാർക്കണ്ഡേയ മുനിയുടെ കഥ വരുന്നുണ്ട്. ആ ഒരു മായയെ കാണണം എന്ന് പറഞ്ഞതും മായാദർശനം ഉണ്ടാക്കി കൊടുത്തതുമെല്ലാം. ഭഗവാനെ, നമുക്ക് മായാദർശനം വേണ്ട, ഈ മായയിൽ നമ്മൾ മുങ്ങിക്കിടക്കുകയാണ്, ഇതൊന്ന് മാറ്റിത്തന്നാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഈ ശരീരം പട്ടിക്കും കുറുക്കനും തിന്നുവാനുള്ളതാണെന്നുള്ള വിവേകം ഉദിച്ചവരായ പുണ്യാത്മാക്കൾ ഞാൻ എൻ്റെ അഹംമമ വെടിഞ്ഞു കളയും, ഞാനുണ്ടെങ്കിലേ എൻ്റെ ഉള്ളൂ. അപ്പം ഞാൻ എന്ന് പറയുന്ന ആ ഭാവം, അഹംഭാവം മാറിപ്പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു പരിധിവരെ ഭഗവാന്റെ യോഗമായയെക്കുറിച്ച് ബ്രഹ്മാവും ഭവാനും നാരദനും ശിവനും പ്രഹ്ലാദനും സ്വയംഭുവ മനുവും അദ്ദേഹത്തിൻ്റെ പത്നിയും പുത്രന്മാരും പ്രാചീന ബർഹസ്സും ഋഭുവും അങ്കനും ധ്രുവനുമൊക്കെ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഋഷിമാർ ബ്രഹ്മം എന്ന് പറയുന്നത് യാതൊന്നാണോ അതുതന്നെയാണ് ഭഗവാന്റെ പദം. അത് പ്രശാന്തമാണ്, നിത്യമാണ്, ആനന്ദം നിറഞ്ഞതാണ്, ശോകരഹിതമാണ്, ശുദ്ധമാണ്, ദ്വന്ദ്വരഹിതം. രണ്ടെന്നുള്ള ഇതില്ല. രണ്ടുണ്ടാകുമ്പോഴാണ് ഭയമുണ്ടാവുക. സർവ്വതിനും അഭയസ്ഥാനമായി വർത്തിക്കുന്നതും ജ്ഞാനസ്വരൂപവും ആത്മസ്വരൂപവും, സത് അസത്ത്, നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നുമില്ല, അതിനുപരിയായി നിൽക്കുന്നതാണ്. അന്നേരം വേദത്തിനും കൂടി അതിനെ വിഷ്ണുപദത്തെ നിർവചിക്കാൻ സമർത്ഥമാവുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വിശ്വത്തിൻ്റെ ആ കാരണനായ ഭഗവാനെക്കുറിച്ച് ഞാൻ ചുരുക്കി പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് ബ്രഹ്മാവ് നാരദ മഹർഷിയോട് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ആ മായയെ അറിയുന്നത് കുറച്ചു പേർ മാത്രമാണെന്ന് പറഞ്ഞു. അതിൽ ഇക്ഷ്വാകു, ഇളാപുത്രനായ പുരൂരവസ്, മുജുകുന്ദൻ, വിദേഹൻ, ഗാധി, രഘു, സഗരൻ, അംബരീഷൻ, ഗയൻ, മാന്ധാതാവ്, യയാതി, അലർക്കൻ, ശതധന്വാവ്, രന്തിദേവൻ, ഭീഷ്മർ, ദേവവ്രതൻ, ബലി,
ദിലീപൻ, സൗരഭി, ഉദങ്കൻ, ശിബി, ദേവലൻ, പിപ്പലാദൻ, സാരസ്വതൻ, ഉദ്ധവർ, പരാശരൻ, ഭൂരിഷേണൻ, വിഭീഷണൻ, ഹനുമാൻ, ശ്രീശുകൻ, പാണ്ഡവർ, ആഷ്ടിഷേണൻ, വിതുരർ, ശ്രുതദേവൻ തുടങ്ങിയ ചിലരും ഭഗവാന്റെ യോഗമായയെക്കുറിച്ച് അറിയുന്നവരാണെന്ന് പറയുന്നു. നമ്മൾക്ക് ആ മായയെ തരണം ചെയ്ത് നിൽക്കാൻ പറ്റട്ടെ. ഇതെല്ലാം പറഞ്ഞതെല്ലാം ഭഗവത് പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ അധ്യായം ഇവിടെ സമർപ്പിക്കപ്പെടുന്നു. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന് നാരായണായേതി സമർപ്പയാമി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ ബ്രഹ്മനാരദ സംവാദേ സപ്തമോധ്യായഃ.